ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നതേ ബാംഗ്ലൂരിനടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ 4ാം ക്ലാസ് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. എക്സാമിന് വേണ്ടി നമ്മളിൽ ഭൂരിഭാഗവും ഉറക്കമിളച്ചും അല്ലാതെയും കുത്തിയിരുന്ന് പഠിച്ച് ഹൃദിസ്ഥമാക്കിയൊരു പേരാണിത്. ഇന്ത്യയുടെ സ്വർണ്ണഖനി KGF. KGF അതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ലിറ്റിൽ ഇംഗ്ലണ്ട് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. കാരണം കുറേ ബ്രിട്ടീഷുകാരും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ. ഇംഗ്ലണ്ടിൻ്റെ അതേ രീതിയിലാണ് KGFനെ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഏകദേശം 2000 ആണ്ട് വരെ 2000 വരെ ബാംഗ്ലൂരേക്കാളും ഫേമസ് ആയിരുന്നു KGF. കാരണം അത് ലോകത്തിലേക്ക് തന്നെ വലിയ ഗോൾഡ് മൈൻസിലൊന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ ഓൾഡ് മദ്രാസ് റോഡ്, അതായത് ചിറ്റൂർ, തിരുപ്പതി ഈ പോണ റൂട്ടിൽ ഏകദേശം 90 കിലോമീറ്റർ കഴിയുമ്പോഴാണ് KGF. ഹൊസ്കോട്ടെ കഴിയുമ്പോൾ തന്നെ ഒരു ഗ്രാമീണ ലുക്കാണ്. ശരിക്കും ബാംഗ്ലൂരാണെന്ന് നമുക്ക് പറയുകയില്ല, ഇത്ര അടുത്ത് ബാംഗ്ലൂർ ഉണ്ടെന്ന്. വളരെ ഒരു നാടൻ ലുക്ക്, ഒരു തമിഴ്നാട് ഗ്രാമങ്ങളുടെയൊക്കെ ഒരു ഛായയാണ് KGFനും. ആ പോണ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നല്ലൊരു ഗ്രാമീണ തനിമയാണ്. KGFൽ സ്വർണ്ണഖനനം തുടങ്ങിയതേ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പഴയ ഇവിടുത്തെ റൂളേഴ്സൊക്കെ നമ്മുടെ നാണയങ്ങൾ ഉണ്ടാക്കാൻ ഇവിടുത്തെ ഹില്ലുകളിൽ നിന്നൊക്കെ സ്വർണം ഖനനം ചെയ്തു എന്നൊക്കെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഉള്ള ഖനനം സീരിയസ്ലി ഇത് നോക്കിയത് ബ്രിട്ടീഷുകാരാണ്. അത് 19th സെഞ്ച്വറിയിലാണ്. 1880കളിൽ ഒരു ബ്രിട്ടീഷ് കമ്പനി ജോൺ ടൈലേഴ്സ് ആൻഡ് സൺ, അവരാണ് ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മൈനിങ് തുടങ്ങിയത്. അവർ ഒരു 3 കിലോമീറ്റർ താഴ്ചയിലുള്ള ഖനനം ഇവിടെ തുടങ്ങി. സീരിയസ്ലി ഖനനം തുടങ്ങിയത് അവരാണ്. പയ്യെ പയ്യെ ബ്രിട്ടീഷുകാരിങ്ങോട്ട് വരാൻ തുടങ്ങി. അതുപോലെ ആ ബ്രിട്ടീഷ് സംസ്കാരം തന്നെ അവിടെ നിലനിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിനെ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഒരു ചെറിയ പതിപ്പായി മാറി KGF. ഇപ്പോൾ നമ്മളുള്ളത് റോബർട്ട്സൺ പേട്ടാണ്. റോബർട്ട്സൺ പേട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് വേറൊരു സ്ഥലമാണ് ആൻഡർസൺ പേട്ട്. അപ്പോൾ ഈ റോബർട്ട്സൺ പേട്ടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അതൊരു ഇന്ത്യൻ പേരല്ല, അതൊരു ബ്രിട്ടീഷ് പേര് പോലെയുണ്ട്. ഇതിൻ്റെ പേര് കിട്ടിയത് സർ ഡൊണാൾഡ് റോബർട്ട്സൺ. അദ്ദേഹം 1900കളിൽ ബ്രിട്ടീഷ് ഗവർണറായിരുന്നു. അയാളുടെ പേരാണ് ഈ സ്ഥലത്തിന് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ ഇപ്പോൾ പഴകി ഒരുപാട് പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ്. ഒരു ബ്രിട്ടീഷ്, ഒരു ആംഗ്ലോ ഇന്ത്യൻ ശൈലിയിലൊക്കെയാണ്. ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസും ഉണ്ട് ഇവിടെ. പള്ളികൾ കാണാം, പഴയ പള്ളികൾ, ക്ലബ്ബുകൾ. അപ്പോൾ ഈ KGFലെ ക്ലബ്ബില്ലേ, അത് വളരെ ഫേമസ് ആണ്. പണ്ട് ബ്രിട്ടീഷുകാരോട് തുടങ്ങിയ ക്ലബ്ബാണ്. അതുപോലെ ആൻഡർസൺ പേട്ട്, അവിടെയാണ് KGFലെ ആദ്യത്തെ ബിയർ ഷോപ്പ് തുടങ്ങിയത്. ലൈസൻസ്ഡ് ബിയർ ഷോപ്പ് തുടങ്ങിയത് അവിടെയാണ്.
ഇവിടെ നമ്മൾ നോക്കിയാലറിയാം ഒരു പഴയ കൊളോണിയൽ വീടുകളാണ്. എല്ലാം ഇപ്പം കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞ് വീഴാറായി. എങ്കിലും അതിൻ്റെ ഒരു ആർക്കിടെക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഒരു ശേഷിപ്പ് കാണാം. ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോഴേ നമ്മളൊരു ടൈം ട്രാവൽ ചെയ്ത് ഒരു 19-ാം നൂറ്റാണ്ടിൽ എത്തിയേക്കണ ഒരു പ്രതീതിയാണ്. ഇപ്പോൾ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ നടക്കണതും മൈനിങ്ങിന് ആൾക്കാർ പോണതൊക്കെ എനിക്ക് നന്നായി കാണാം. ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൈനിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, പാറ പൊട്ടിച്ചത്. ചില പാറകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളർ പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ അത് സ്വർണത്തിൻ്റെ അംശമാവാം, അല്ലെങ്കിൽ ചിലപ്പം വേറെ ആവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇനി നമ്മളിവിടുന്ന് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ നാട്ടുകാർക്ക് സ്വന്തമെന്ന് തോന്നുന്ന ഒരു ചിഹ്നം അവിടെ കാണാൻ പറ്റും ഇല്ലേ? കേരളം വിട്ടാൽ ഞാൻ ആകെ ഈ ചിഹ്നം കണ്ടേക്കുന്നത് ഇവിടെയാണ്, KGF-ൽ ഇവരുടേതായ DYFIയുടെ പതാകകളുണ്ട്. കാരണം പണ്ട് ഒരുപാട് തൊഴിലാളികളുള്ള സ്ഥലമായിരുന്നല്ലോ, അപ്പോൾ തൊഴിലാളി സംഘടനകളും ഉണ്ടായിരുന്നു ഇവിടെ. ഒരു കാലത്ത് ലോകത്തിലേക്ക് തന്നെ വലിയ സ്വർണ്ണഖനിയായിരുന്നു KGF. പക്ഷേ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് 2000 ആയപ്പോഴത്തേക്കും ഇവിടുന്ന് കിട്ടണ അളവ് ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമ്മളതിലേക്ക് സ്പെൻഡ് ചെയ്യണ പൈസയ്ക്കുള്ള സ്വർണം കിട്ടാണ്ടായി. അങ്ങനെ 2000 ആണ്ടായപ്പോൾ ഇത് നിർത്തിപ്പോവുകയാണ് ഉണ്ടായത്. ഇതാണ് ഇവരുടെ ഓഫീസ്. ഇപ്പോൾ ഒരു ഓഫീസ് അങ്ങനെ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ ജസ്റ്റ് ഇവർ ഉണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അകത്തേക്ക് ആരെയും കടത്തി വിടുകയില്ല. KGF-ൽ ഏകദേശം 5 മൈനിങ് സ്ഥലങ്ങളുണ്ടായിരുന്നു, ചെറുതും വലുതുമായി. അതെല്ലാം ഇപ്പം പ്രവർത്തനരഹിതമാണ്, എല്ലാം പൂട്ടിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് പഴയ മൈനിങ് നടന്നുകൊണ്ടിരുന്ന സ്ഥലം. അവിടെ മുകളിലെ ചക്രം കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ താഴ്ചയിലേക്ക് മനുഷ്യന്മാർ പോകുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ കല്ലും മണ്ണും ആ ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. പിന്നെയാണ് മൈനിങ് പ്രോസസ്സ് തുടങ്ങുന്നത്. ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ്. ഈ ബേക്കറിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്.
പണ്ട് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് തുടങ്ങിയ ബേക്കറിയാണ്. ഇത് ബ്രിട്ടീഷുകാർ ഉള്ള സമയത്ത് അവർക്ക് ബ്രെഡും ചീസും പാലൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഈ ബേക്കറി 1880-കളിൽ, അതായത് KGF തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ബേക്കറിയാണ്. ഇപ്പോഴും അവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് പഴയ സ്റ്റൈലിലാണ്, മെഷീനൊന്നും ഇല്ലാണ്ട് അടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് പഴയ അവരുടെ എൻജിനീയേഴ്സൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സാണ്. ഒരുപാട് പഴയ ബിൽഡിംഗ് ആണ്, പക്ഷെ അതിൻ്റെ പ്രൗഢി ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കുറച്ചും കൂടെ വലിയൊരു സ്വർണ്ണഖനിയിലേക്കാണ്. അത് കുറച്ചുകൂടെ അടുത്തിൽ കൂടെ കാണാം നമുക്ക്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുമാണ്. കാവൽക്കാരായിട്ട് കുറേ കുരങ്ങന്മാരെയും കാണാം നമുക്കിപ്പം. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന സ്ഥലമായിട്ട് തോന്നും. പക്ഷെ ഇപ്പം എല്ലാം തുരുമ്പിച്ച് ഇത് വലിയ ജെയിൻറ്റ് വീലാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുരുമ്പിച്ച കുറേ മെഷീനറി കാണാം. ഒരു വണ്ടി, തുരുമ്പിച്ച ഒരു വണ്ടിയും കാണാം, ട്രക്ക്. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നും. ഇതുപോലെ കിടക്കേണ്ട ഒരു സ്ഥലമല്ല ഇത്. അറ്റ്ലീസ്റ്റ് ടൂറിസ്റ്റുകൾക്കെങ്കിലും വേണ്ടി ഇതൊക്കെ ശരിയാക്കിയിടേണ്ടതാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഓരോ അവശേഷിപ്പുകളാണ്. പുതിയ തലമുറയ്ക്ക് കാണാൻ ഗവൺമെൻറ് അത് ഒരുക്കേണ്ടതാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും പ്രവർത്തനം തുടങ്ങുമെന്ന് ഈയിടെ ന്യൂസിൽ കണ്ടു.